ഈ വീഡിയോയിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തേത് അരവിന്ദ് കേജ്രിവാളിൻ്റെ ഭാവിയെക്കുറിച്ചാണ്. ഞാൻ മുൻപ് ശ്രീ PVR നരസിംഹറാവുവിനെ കുറിച്ചൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആന്ധ്രയിൽ ജനിച്ച് IIT മദ്രാസിൽ നിന്നും ഡിഗ്രി പാസ്സായി അമേരിക്കയിലെ റൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ്റ്റേഴ്സ് ബിരുദമെടുത്ത് ഇപ്പോൾ ബോസ്റ്റണിൽ ഒരു ടോപ്പ് സെമി കണ്ടക്ടർ സ്ഥാപനത്തിൽ സീനിയർ എഞ്ചിനീയർ മാനേജറായി ജോലി നോക്കുന്നു ശ്രീ നരസിംഹറാവു. ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ജ്യോതിഷിയാണ് ശ്രീ നരസിംഹറാവു. ഇന്ത്യയുടെ ഭാവി, മറ്റു രാഷ്ട്രങ്ങളുടെ ഭാവി, അതുപോലെ തന്നെ നമ്മുടെ ജനറൽ ഇലക്ഷൻസ്, ഇതൊക്കെ വിജയകരമായി പ്രവചിച്ച ഒരു പാരമ്പര്യം ശ്രീ നരസിംഹറാവുവിനുണ്ട്. ശ്രീ അരവിന്ദ് കേജ്രിവാളിൻ്റെ ഗ്രഹനില, ഭാവി, ഇതിനെയൊക്കെ കുറിച്ച് വ്യക്തമായ ചില പ്രഡിക്ഷൻസ് ശ്രീ നരസിംഹറാവു നടത്തിയിട്ടുണ്ട്. അരവിന്ദ് കേജ്രിവാളിൻ്റെ റൈസ് ആൻഡ് ഫോൾ എന്ന പേരിൽ ഒരു വീഡിയോ 2021 ജൂലൈ 3-ാം തീയതി അദ്ദേഹം അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ കേജ്രിവാളിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എന്നിരുന്നാലും 2023, 2024, 25 മുതൽ 30 വരെയുള്ള കേജ്രിവാളിൻ്റെ ഗ്രഹനിലയും മറ്റും അദ്ദേഹം ആ വീഡിയോയിൽ വ്യക്തമായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. 2021 അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഇങ്ങനെയാണ് പറയുന്നത്. First, I will give my overall readings and then I will go through the astrological analysis. I predicted in 2015 as well as 2020 that he will be elected very comfortably, and he was indeed elected with a huge majority. But I believe his good time is ending. So in the next few years, especially 2022, 2023 and 2024, during that period, I expect some troubles for him. I expect a big fall for him, especially between 2023 August till 2024 August. That is a bad time for him. But at the same time, I don't expect that his political career will be over. It will last a long time. He will be a survivor. Especially the year 2026 August till 2027 August. That stands out as a very good year. So during 2026-2027 time period, he will rediscover himself and he will come back to prominence either in Delhi state or in the national politics, and he can come back in 2030 actually. He may lose in 2025, but he may come back in 2030. So he will be there for a long time, but I do expect a fall in the coming years. And especially at the time of 2024 national elections, he won't really have any major role to play. By that time, he'll be in big troubles. So that is what I expect overall. And let us look at the chart now. 2015-ലെയും 2020-ലെയും ഇലക്ഷനുകളിൽ അദ്ദേഹം കംഫർട്ടബിളായ ഒരു വിജയം വരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നല്ല സമയം അവസാനിക്കാൻ പോകുന്നു. അടുത്ത ചില വർഷങ്ങളിൽ, പ്രത്യേകിച്ചും 2022, 2023, 2024 ഈ സമയം ഞാൻ അദ്ദേഹത്തിൻ്റെ ചില കുഴപ്പങ്ങൾ കാണുന്നു. ട്രബിൾസ് എന്ന വാക്കാണ് അദ്ദേഹം അതിൽ ഉപയോഗിച്ചത്. ഞാൻ അദ്ദേഹത്തിന് ഒരു വലിയ വീഴ്ച പ്രതീക്ഷിക്കുന്നു, പ്രത്യേകിച്ചും 2023 ഓഗസ്റ്റിനും 2024 ഓഗസ്റ്റിനും ഇടയിൽ. അത് അദ്ദേഹത്തിന് വളരെ മോശം സമയമാണ്. എന്നാൽ അത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൻ്റെ അവസാനമായിരിക്കില്ല. അദ്ദേഹം ഒരു സർവൈവർ ആയിരിക്കും. പ്രത്യേകിച്ചും 2026 ഓഗസ്റ്റ് മുതലുള്ള 2027 ഓഗസ്റ്റ് വരെയുള്ള സമയം അരവിന്ദ് കേജ്രിവാളിന് നല്ല സമയമായിരിക്കും. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം സ്വയം കണ്ടെത്തി തിരിച്ചു വരികയും ചെയ്യും. സംസ്ഥാന രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലോ അദ്ദേഹത്തിന് പ്രാമുഖ്യം ലഭിക്കുകയും ചെയ്യും. 2025 അധികാരം നഷ്ടപ്പെട്ടാലും 2030 അദ്ദേഹം അധികാരത്തിൽ തിരിച്ചു വരും. 2024 അദ്ദേഹത്തിന് വീഴ്ച സംഭവിക്കും. 2024 ജനറൽ ഇലക്ഷനിൽ അദ്ദേഹത്തിന് കാര്യമായ റോളൊന്നും ഉണ്ടാകില്ല. ആ സമയം അദ്ദേഹം വലിയ പ്രതിസന്ധി ഘട്ടത്തിലായിരിക്കും. ഈ പ്രവചനം ഏതാണ്ടല്ല മുഴുവനായും ശരിയാണ് എന്ന് വന്നിരിക്കുന്നു. കേജ്രിവാൾ ഇപ്പോൾ ED കസ്റ്റഡിയിലായിരിക്കുന്നു. നരസിംഹറാവു പറയുന്നത് പ്രകാരമാണെങ്കിൽ 2026 അരവിന്ദ് കേജ്രിവാൾ തിരിച്ചു വരും. അത് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള നീണ്ടകാലത്തെ ഒരു പൊളിറ്റിക്കൽ കരിയറിൻ്റെ രണ്ടാം ഭാഗമായിരിക്കും. ഇനി ഞാൻ പറയുവാൻ പോകുന്നത് കേജ്രിവാളിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. 9 തവണ സമൻസ് കിട്ടിയിട്ടും കേജ്രിവാൾ EDക്ക് മുമ്പിൽ ഹാജരായില്ല എന്നത് ഒരു ചെറിയ കാര്യമാണ്. നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഏതൊരു പൗരനും അത് അനുസരിക്കേണ്ട കടമയില്ലേ? അങ്ങനെ നോക്കുമ്പോൾ കേജ്രിവാൾ ചെയ്തത് ശരിയായിരുന്നോ അല്ല എന്ന്
നിസ്സംശയം പറയേണ്ടി വരും. ഞാനോ നിങ്ങളോ പോലെ ഒരു സാധാരണക്കാരനാണ് ഇതുപോലെ ഒരു സമൻസ് കിട്ടിയതെങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ ഒരു അവസ്ഥ? തികച്ചും നിരപരാധിയാണെങ്കിൽ എന്തുകൊണ്ട് ഒരു ചോദ്യം ചെയ്യലിന് ഹാജരായി തൻ്റെ നിരപരാധിത്വം ഇ ഡിക്ക് മുമ്പിൽ വെളിപ്പെടുത്തിക്കൂടാ? മനീഷ് സിസോദിയയും സഞ്ജയ് സിംഗും ഈ കേസിൽ ഏകദേശം 1 വർഷത്തോളമായി ഇപ്പോഴും ജയിലിലാണ്. എനിക്ക് മനസ്സിലാകാത്ത ഒറ്റ കാര്യം, അരവിന്ദ് കേജ്രിവാളിൻ്റെ മനസ്സറിവും സമ്മതവും ഇല്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡീൽ നടക്കുക? ഇനി കേജ്രിവാൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുവാൻ അദ്ദേഹം യോഗ്യനല്ല എന്ന് മാത്രമേ പറയുവാനുള്ളൂ. കേജ്രിവാൾ അറസ്റ്റിലായപ്പോൾ അറസ്റ്റിലാകുന്ന ആദ്യത്തെ മുഖ്യമന്ത്രി എന്നൊക്കെ മാധ്യമങ്ങൾ പറയുന്നത് കേട്ടു. ജയലളിത അറസ്റ്റിലാകുമ്പോൾ അവരും മുഖ്യമന്ത്രി ആയിരുന്നു എന്ന കാര്യം സൗകര്യപൂർവ്വം മറന്നുകൊണ്ട് കേജ്രിവാളിൻ്റെ അറസ്റ്റിന് പ്രാമുഖ്യം കിട്ടുവാൻ വേണ്ടി മലയാള മാധ്യമങ്ങൾ നടത്തുന്ന ഈ നുണ പ്രചരണം ആർക്കാണ് മനസ്സിലാകാത്തത്? അതേപോലെ തന്നെയാണ് ജനാധിപത്യത്തിലും നിയമവാഴ്ചയിലും വിശ്വാസമുള്ള ഒരാൾ ചെയ്യുവാൻ കൊള്ളാവുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ കേജ്രിവാൾ ചെയ്യുന്നത്. നിയമവശങ്ങൾ എന്തൊക്കെയായാലും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുവാനുള്ള ധാർമ്മികമായ അവകാശം അദ്ദേഹത്തിനുണ്ടോ? അഴിമതിക്കെതിരെയുള്ള ഒരു വലിയ മൂവ്മെൻറ്റ് നയിച്ചുകൊണ്ടായിരുന്നു കേജ്രിവാളിൻ്റെ രാഷ്ട്രീയ പ്രവേശം. പക്ഷേ അതേ ആൾ തന്നെ വലിയൊരു അഴിമതിയുടെ ഭാഗമാകുമ്പോൾ കേജ്രിവാളിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരവും പ്രവൃത്തിയും തമ്മിൽ വലിയ അന്തരം കാണപ്പെടുന്നുണ്ട്. കാലിത്തീറ്റ വിവാദമുണ്ടായപ്പോൾ ലാലു പ്രസാദ് യാദവിന് 25 ലക്ഷം രൂപ പിഴയിട്ടപ്പോൾ കോടികളുടെ കാലിത്തീറ്റ കുംഭകോണം 25 ലക്ഷം രൂപ പിഴ. എത്ര മനോഹരമായ ഡീൽ! ഇങ്ങനെയൊരു ട്വീറ്റ് അദ്ദേഹം ചെയ്തിരുന്നു. എന്നാൽ ഏറ്റവും വലിയ ഐറണി എന്തായിരുന്നു എന്ന് വെച്ചാൽ പിന്നീട് ലാലുവും കേജ്രിവാളും കൈകോർത്ത് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതാണോ അഴിമതിക്കെതിരെ കുരിശു യുദ്ധം പ്രഖ്യാപിച്ച ഒരാൾ ചെയ്യേണ്ടത്? അതുകൊണ്ട് തന്നെ സാധാരണക്കാരൻ എന്ന ഇമേജ് ഒരു മുഖംമൂടി ആയിരുന്നു എന്ന് കരുതുന്നവരാണ് ഏറെ. ഇനിയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. കേജ്രിവാളിൻ്റെ അറസ്റ്റിൽ ജർമ്മനി പ്രതിഷേധിച്ചിരിക്കുന്നു. അതും ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ ഒരു പ്രതിഷേധം. സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു ട്രയൽ കേജ്രിവാളിന് നൽകണമെന്നും കൂടി ജർമ്മനി പറയുന്നു. ഇന്ത്യ ജർമ്മനിക്ക് ഇതിന് കണക്കിന് ഒരു മറുപടി കൊടുത്തു. ജർമ്മനിയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചത്. ബ്ലേറ്റന്റ് ഇൻ്റർഫിയറൻസ് എന്നും ബയസ്ഡ് അസംഷൻസ് എന്നുമാണ് ഇന്ത്യ പറഞ്ഞത്. ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ഇന്ത്യയുടെ സ്വതന്ത്ര നീതി ന്യായ വ്യവസ്ഥയെയും ജുഡീഷ്യറിയിലും ഇടപെടുന്നതിന് തുല്യമാണ് എന്നാണ് ഇന്ത്യ അറിയിച്ചത്. മറ്റൊരർത്ഥത്തിൽ ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം എന്നാണ് നമ്മൾ പറഞ്ഞത്. അമേരിക്കയും പ്രതിഷേധിച്ചു. പക്ഷേ ഔദ്യോഗികമായ ഒരു പ്രതിഷേധമൊന്നുമായിരുന്നില്ല അത്. നോക്കൂ, ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ജർമ്മനിയും അമേരിക്കയും ഒക്കെ പ്രതിഷേധിക്കുവാൻ എന്തായിരിക്കും കാരണങ്ങളുണ്ട്. അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ കേജ്രിവാളിന് 2 NGO ഉണ്ടായിരുന്നു. കബീർ എന്നും പരിവർത്തൻ എന്നും പേരായ 2 NGOകൾ. കേജ്രിവാളും മനീഷ് സിസോദിയയും ചേർന്നാണ് ഇത് നടത്തിയിരുന്നത്. ഇതിൽ കബീർ എന്ന പേരായ NGO ഫോർഡ് ഫൗണ്ടേഷനിൽ നിന്നും $1,97,000 ഡൊണേഷനായി സ്വീകരിച്ചിരുന്നു. 2016 തന്നെ കോൺഗ്രസിൻ്റെ അന്ന് പഞ്ചാബ് PCC പ്രസിഡന്റായിരുന്ന അമരീന്ദർ സിംഗ് ഇതിനെതിരെ കടുത്ത ആരോപണം ഉന്നയിച്ചിരുന്നു. ഫോർഡ് ഫൗണ്ടേഷനുള്ള CIA ബന്ധമായിരുന്നു ഈ ആരോപണത്തിൻ്റെ മുന. ഈ ആരോപണം സത്യമായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഫോർഡ് ഫൗണ്ടേഷനും CIAയുമായുള്ള ബന്ധം വെളിവാക്കുന്ന ആയിരക്കണക്കിന് റിസർച്ച് പേപ്പറുകളും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ബിങ്ഹാംപ്ടൺ യൂണിവേഴ്സിറ്റി ന്യൂയോർക്കിലെ ഒരു പ്രൊഫസർ ജെയിംസ് പെട്രാസ് അദ്ദേഹം എഴുതിയ ഗ്ലോബലൈസേഷൻ അൺമാസ്ക്ഡ് ഇമ്പീരിയലിസം ഇൻ ദ 21st സെഞ്ച്വറി എന്നു പേരായ ഒരു പുസ്തകത്തിൽ CIAയും ഫോർഡ് ഫൗണ്ടേഷനുമായുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ദ ഫോർഡ് ഫൗണ്ടേഷൻ ആൻഡ് ദ CIA എന്നു പേരായ മറ്റൊരു ആർട്ടിക്കിളിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഫിലാന്ത്രോപ്പിക് ഫൗണ്ടേഷനുകളെ ഉപയോഗിച്ച് വലിയ തുകകൾ ഏജൻസികൾക്കും പ്രോജക്റ്റുകൾക്കുമൊക്കെ ആയി അതിൻ്റെ സോഴ്സ് പോലും പറയാതെ എത്തിക്കുന്നത് എന്ന് വിശദമാക്കുന്നുണ്ട്. 1950 മുതൽ CIAയുടെ ഇജാതി ഫൗണ്ടേഷനുകളിലുള്ള നുഴഞ്ഞുകയറ്റം വളരെ വലുതായിരുന്നു. 1976 US കോൺഗ്രസിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇപ്രകാരമുള്ള 700ഓളം ഇൻ്റർനാഷണൽ ആക്ടിവിറ്റി ഫണ്ടിങ്ങിൽ 50% ഫണ്ട് ചെയ്യുന്നത് CIA ആണെന്ന് കണ്ടെത്തിയിരുന്നു. ഫ്രാൻസിസ് ടോണർ സോണ്ടേഴ്സിൻ്റെ ഹൂ പെയ്ഡ് ദ പൈപ്പർ ദ CIA ആൻഡ് ദ കൾച്ചറൽ കോൾഡ് വാർ എന്ന പേരായ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചും വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. CIA ഫോർഡ് പോലെയുള്ള ഫൗണ്ടേഷനുകളെ ഏറ്റവും നല്ലതും വിശ്വസനീയവുമായ ഫണ്ടിംഗ് കവറായാണ് കരുതുന്നത്. പ്രസ്റ്റീജിയസും ആദരണീയവുമായ ഓർഗനൈസേഷനുകളെ ഉപയോഗിച്ച് അവർക്ക് ഫണ്ടുകൾ കൊടുത്ത്
യൂണിവേഴ്സിറ്റികളിൽ, യൂത്ത് ഗ്രൂപ്പുകളിൽ, പബ്ലിഷിംഗ് ഹൗസുകളിൽ, ലേബർ യൂണിയനുകളിൽ, പ്രൈവറ്റ് ഫൗണ്ടേഷനുകളിൽ, തിങ്ക് ടാങ്ക് ഗ്രൂപ്പുകളിൽ, ഫാർമേഴ്സ് ഗ്രൂപ്പുകളിൽ, സിവിൽ സൊസൈറ്റിയിലൊക്കെ പരിധികളില്ലാത്ത കവേർട്ട് ആക്ഷനുകളാണ് അവർ നടത്തുന്നത്. ഒരു പഴയ CIA ഓപ്പറേറ്റീവാണ് ഇത് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് ഫൗണ്ടേഷനുകളിൽ ഏറ്റവും പ്രധാനം ഫോർഡ് ഫൗണ്ടേഷൻ തന്നെയാണ്. എന്തിനാണ് CIA-യും ഫോർഡ് ഫൗണ്ടേഷൻ പോലെയുള്ള മറ്റ് ഫൗണ്ടേഷനുകൾ, റോക്കെല്ലർ ഫൗണ്ടേഷൻ, ക്ലിൻ്റൺ ഫൗണ്ടേഷൻ, ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്? US-ൻ്റെ സാമ്രാജ്യ കൾച്ചറൽ ഹെജുമണി അങ്ങനെ തന്നെ നിലനിർത്തുവാനും രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തുവാനുമാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇന്ത്യ ലോകത്തെ തന്നെ ആദ്യ 5 സമ്പദ് ശക്തികളിൽ ഒന്നായതും ഇനി ജപ്പാനെയും മൂന്നാമതുള്ള ജർമ്മനിയെയും പിന്തള്ളി വളരെ വേഗം 3-ാം സ്ഥാനത്ത് എത്തും എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ എന്താണ് ജർമ്മനിയുടെ ചൊറിച്ചിൽ എന്ന് മനസ്സിലായില്ലേ? ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് റോക്കെല്ലർ ഫൗണ്ടേഷൻ നൽകുന്ന മാഗ്സാസെ അവാർഡുകൾ. ഇന്ത്യയിൽ മാഗ്സാസെ അവാർഡുകൾ ലഭിച്ചിട്ടുള്ള പ്രമുഖർ ആരൊക്കെയാണ് എന്ന് നോക്കിയാൽ എങ്ങനെയാണ് ഈ ഫൗണ്ടേഷൻ രാജ്യങ്ങളിൽ ഇടപെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അരുന്ധതി റോയും TN കൃഷ്ണയും അരവിന്ദ് കെജ്രിവാളും ഒക്കെ ഇവരിൽ ചിലർ മാത്രമാണ്. അവർക്ക് വേണ്ടപ്പെട്ട, അവർക്ക് സ്വാധീനിക്കുവാൻ കഴിയുന്നവരെ അവർ ഇതിനായി ഉപയോഗിക്കുന്നു. അമരീന്ദർ സിംഗ് ഉന്നയിച്ചിരുന്ന മറ്റൊരു ആരോപണം, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് കേജ്രിവാൾ 9.2 ലക്ഷം രൂപ 8 വർഷത്തിന് ശേഷം നിർബന്ധത്തിന് വഴങ്ങി തിരിച്ചടച്ചു. അതും അണ്ണാ ഹസാരെ മൂവ്മെൻറ്റ് ശക്തി പ്രാപിച്ചിരുന്ന നേരത്ത് സ്വയം ക്ലീൻ ആണെന്ന് വരുത്തി തീർക്കുവാൻ. ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിച്ച പണമായിരുന്നു അദ്ദേഹം തിരിച്ചടച്ചത് എന്നായിരുന്നു അമരീന്ദർ സിംഗിൻ്റെ ആരോപണം. ഇന്ത്യയെ ഏത് വിധേനയും അസ്ഥിരപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി അകത്തും പുറത്തും പ്രവർത്തിക്കുന്ന ഒട്ടനവധി ശക്തികളുണ്ട്. കർഷക സമരത്തിലെ ഖാലിസ്ഥാൻ ഇൻവോൾവ്മെൻ്റ് ഒക്കെ നമുക്കറിയാം. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ സമ്പദ് രംഗത്തെ കുതിച്ചുകയറ്റം ഇന്ത്യക്കകത്തും പുറത്തും പലരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട്. ജോർജ് സോറോസിനെ അറിയില്ലേ? ഇന്ത്യയിലെ മോദി ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്തുവാൻ ജോർജ് സോറോസ് വൻ തുക മാറ്റിവെച്ചിരിക്കുന്നു എന്ന ഒരു വാർത്ത മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കർണാടകത്തിൽ എത്തിയപ്പോൾ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ്റെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയെ അനുഗമിച്ചിരുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനെ ഫണ്ട് ചെയ്യുന്നത് ജോർജ് സോറോസാണ്. 1997 ജോർജ് സോറോസ് തായ്ലൻഡ് ബാത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അന്ന് തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ, സൗത്ത് കൊറിയ മുതലായ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അടിപറിച്ച് ആ രാജ്യങ്ങളെ സാമ്പത്തിക ദുരിതത്തിലേക്ക് തള്ളിവിട്ടത് ജോർജ് സോറോസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ അത്ര മാന്യനൊന്നുമല്ല എന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, ഖാലിസ്ഥാൻ ഭീകരവാദികളിൽ നിന്നും 2014 മുതൽ 2022 കാലയളവിൽ $16 മില്യൺ കേജ്രിവാൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഗുർപത്വന്ത് സിംഗ് പന്നൂനാണ്. 93-ലെ ഡൽഹി ഭീകരാക്രമണ കേസിലെ പ്രതി ദേവീന്ദർ പാൽ സിംഗ് ഭുള്ളറുടെ വിമോചനത്തിന് സഹായിക്കാമെന്ന് പറഞ്ഞാണ് പണം കൈപ്പറ്റിയത് എന്നാണ് പന്നൂൻ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ. രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തുവാനുള്ള പലവിധ വഴികളുണ്ട്. അതിനായി അത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വിശ്വസിച്ചേക്കില്ല, എന്നാൽ അത് സത്യമാണ്. അതിനെക്കുറിച്ച് മറ്റൊരു അവസരത്തിൽ പറയാം. അരവിന്ദ് കെജ്രിവാൾ ഒരു കള്ള നാണയമാണ്. കാലം തെളിയിക്കട്ടെ. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.